ഹലോ. ഈ വീഡിയോ പി എസ് ജി ഗെയിമിന്റെ ഹേറ്റേഴ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷാജഹാൻ ഖാനെ ജനങ്ങൾക്കിടയിൽ ഒന്ന് മാസായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് തുടക്കം മുതൽ അവസാനം വരെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ ഞങ്ങൾ നടത്തിയ സമയത്ത് വളരെയധികം മനസ്സ് വിഷമിക്കേണ്ടി വന്നിട്ടുള്ള അഖിൽമാരാറിനോടും കുടുംബത്തോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മുന്നേ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും ഞാൻ കരയുന്ന ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചുകൊണ്ട് എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഒരു ചേട്ടനെ പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വലിയ മനസ്സിനുടമയാണ്. അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെറുതായിട്ട് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫലസ്തീൻ അനുകൂലമായിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ എന്നെ മതതീവ്രവാദി അല്ലെങ്കിൽ വർഗീയവാദി എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ പിന്നെ അതാണ് കാരണം. അപ്പോൾ ഇത് മൂലം മോനും ഷാജഹാനും അതിൽ ഷാജഹാൻ ഈ ചെക്കനെ പെടുത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇവന് ഈ പ്രായത്തിന് തളപ്പുമ്പന് ഇവൻ്റെ വന്ന നെഗറ്റീവ്സും കാരണം ഇവൻ അതിൽ പോയി പെട്ടു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അവന് ആ പണി കിട്ടി. സ്വന്തം വീട്ടുകാർ നാട്ടുകാരെല്ലാവരും അവനതാക്കി. അപ്പോൾ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അവൻ്റെ ഭാഗത്താണ് ഷാജഹാനെക്കാട്ടിയും ശരി. ഷാജഹാൻ അവിടെ വന്ന് ഫുൾ ഡ്രാമയാണ്, വീണ്ടും ഒരു ഡ്രാമ ഇറക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇവനെ പോലെ വന്ന് നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരു മാപ്പ് പറയുക, ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കുക. കാരണം ഇത് നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റോ നല്ലൊരു മാപ്പ് പറഞ്ഞാൽ കേരള ജനങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം. അല്ല നിങ്ങൾ വീണ്ടും ഒരു അടുത്ത ഡ്രാമയിലേക്ക് കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരിക. ഇപ്പോൾ ഇവൻ വന്ന് പറഞ്ഞു ഇവൻ്റെ പ്രശ്നം മുഴുവൻ തീർത്തു. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടതാണ്, ഇവൻ്റെ പാട്ടും കൂടെ ഉണ്ടാകും, നിങ്ങൾ കാണുക. അതിൽ ഇവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ, മാപ്പ് പറഞ്ഞു. ഇനി ഇങ്ങനത്തെ തെറ്റുകൾ നിങ്ങൾ ചെയ്താലാണ് ഈ പ്രശ്നം വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം അത് നിങ്ങൾ മനസ്സുകൊണ്ട് പറയുക, ക്ഷമ പറയുക, അത് തീർക്കുക, അവിടെ തീർക്കുക. അത് കഴിഞ്ഞു. പിന്നെ അഖിൽമാരാർ അദ്ദേഹത്തിനെ വെറുതെ ഇതിൽ വലിച്ചഴിച്ച് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹം നമ്മൾ അറിഞ്ഞത് വെച്ചിട്ടും കണ്ടു വെച്ചിട്ടും ഒരു ആൾക്കാരെ ദ്രോഹിക്കാനോ ഒന്നും നിൽക്കുന്ന മനുഷ്യനല്ല. വെറുതെ അദ്ദേഹത്തിന് ശരി തോന്നുന്ന കാര്യം അദ്ദേഹം വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും 95% ശരി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. പക്ഷേ ഒരു 5% ആളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവാം. അതെല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന ഒരു പ്രശ്നമാണ്. അതല്ലാണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 95% ശരിയായിരിക്കും. അദ്ദേഹം വളരെ ശരിയായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്നും ഇതിൽ വലിച്ചു വയ്ക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം വന്ന് ഷാജഹാനൊക്കെ മാക്സിമം വന്ന് സോറി പറയുക, അതവിടെ തീർക്കുക. ഇതിൽ വേറെ ആരെയും കൂട്ടുപിടിച്ച് വെറുതെ അടുത്ത ഡ്രാമയും അടുത്ത സ്ക്രിപ്റ്റും കൊണ്ട് വന്നിട്ട് നിങ്ങളുടെ തരം താഴ്ന്നാൻ നിൽക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സ് നോക്കുക. ഒരു വീഡിയോ ആയിട്ട് ഫോളോവേഴ്സ് വന്നിട്ട് നിങ്ങൾ നല്ലൊരു സെലിബ്രേഷൻ നടത്തിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് അവിടെ എത്തി. നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഇതിനൊക്കെ തിരിച്ച് കിട്ടും. അപ്പോൾ ആരായാലും തിരിച്ച് കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ നിർത്തുക.